ഇനി തേൻ നെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിനോട്ട് 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തത്. നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണേ. ഇനി ഓരോ നെല്ലിക്കയിലും അവിടെ ഇവിടെ ആയിട്ട് 2-3 കുത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ പനം കൽക്കണ്ടും ശർക്കരയും ഒരേ അളവിലെടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. ഓരോന്നും 1/4 കിലോ അളവിലാണ് എടുത്തത്. ഇനിയൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് തീയൊന്ന് കൂട്ടി കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറിയ പരുവമാവുമ്പോൾ ഇത്തിരി ഏലക്കപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെല്ലിക്കയൊക്കെ ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാവാൻ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് പിറ്റേ ദിവസമാണ് ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയത്. ഇതെടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാലും മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും. പക്ഷേ എനിക്കിവിടെ 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തീർന്നു പോയി. അത്രയ്ക്ക് നല്ലതായിരുന്നു കേട്ടോ ഈ തേൻ നെല്ലിക്ക.